حبيبنا ونبينا محمد സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വലിയ വിശാലമായ മനസ്സിന്റെ ഉടമയായിരുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ ഒരു സംഭവം ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി നിങ്ങളുടെ മനസ്സിന്റെ ആ വിശാലത എത്രയാണ് നമുക്ക് മനസ്സിലാവും. സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന മദീനക്കാരനായ മദീനയിലുള്ള യഹൂദികളുടെ ഫാദിരിയാണ്. അന്നത്തെ കാലത്ത് യഹൂദികൾക്കുള്ള ഫാദിരി, യഹൂദികളുടെ ഉസ്താദാണ്. അദ്ദേഹവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു ഇടപാട് റസൂലുള്ളാഹി തങ്ങൾക്ക് കുറച്ച് പൈസന്റെ ആവശ്യമുണ്ടായിരുന്നു, ക്യാഷിന്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോ സയ്യിദ് ഇബ്നു സഅനക്ക് കുറച്ച് ഈത്തപ്പഴത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഈത്തപ്പഴം ആകാനുള്ള സമയമായിട്ടില്ല. അതിനൊരു 20 ദിവസത്തിന്റെ സമയം. 20 ദിവസത്തിന്റെ ഗ്യാപ്പിന്റെ ഉള്ളിൽ റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിനെതിരെ പൈസ വാങ്ങി. 20 ദിവസം കഴിഞ്ഞിട്ട് ഈത്തപ്പഴം കൊടുക്കണം. 20 ദിവസത്തിന് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ ക്യാഷ് വാങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കഴിയുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ സ്വഹാബത്ത്, ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ഉമർ തങ്ങളുണ്ട്, ത്വൽഹാ തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്, ഒരുപാട് ആളുകളുള്ള സദസ്സിൽ മദീനത്തെ പള്ളിയിൽ സ്വഹാബാക്കൾക്ക് ഇങ്ങനെ ഇൽമു പറഞ്ഞു കൊടുക്കുക. ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോ ഈ സയ്യിദ് എന്ന് പറയുന്ന ആ ജൂത പുരോഹിതൻ, യഹൂദികൾക്കുള്ള ഗുരു, അദ്ദേഹത്തെ പള്ളിയിൽ കടന്നു വന്നിട്ട് അയാൾ വിളിച്ചു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദെ എന്റെ ഈത്തപ്പഴം എവിടെ എന്ന് ചോദിച്ചു. ദിവസങ്ങൾ 5 ആയിട്ടുള്ളൂ, 15 ദിവസം കൊടുക്കാനുള്ള ദിവസം ബാക്കി. 5 ദിവസം ആവുമ്പോ അയാൾ വന്നിട്ട് ചോദിച്ചു, എന്റെ ഈത്തപ്പഴം എവിടെ? എനിക്ക് ഈത്തപ്പഴം തരണോ? എനിക്ക് കാത്തു നിൽക്കാനുള്ള സമയമൊന്നുമില്ല. പറ്റില്ലെങ്കിൽ എന്റെ ക്യാഷ് എനിക്ക് തിരിച്ചു തരണോ? സ്വഹാബാക്കൾക്കൊക്കെ ഭയങ്കര അത്ഭുതം. കൂട്ടത്തിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അയാളുടെ സംസാരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സംസാരം. റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചാൽ അത് സ്വഹാബാക്കൾക്ക് ദഹിക്കൂല, പ്രത്യേകിച്ച് ഉമർ തങ്ങൾക്ക് അത് ഇഷ്ടപ്പെടൂല. അപ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ആ ഉമർ ഖത്താബിന് റസൂലുള്ളാഹി തങ്ങളും ഈ സയ്യിദ് നടത്തിയ ഇടപാടിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അയാളിങ്ങനെ സംസാരിക്കുമ്പോൾ ഉമർ തങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഉമർ തങ്ങൾ എഴുതിയിരുന്നു. എഴുതിയതിന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ നബിയെ, നിങ്ങൾ എനിക്ക് പൊരുത്തം തരണം. ആന്നൊരു പോരുക, ഈ സയ്യിദിന്റെ, ഈ മനുഷ്യന്റെ പെരടി ഞാൻ മുറിച്ചെടുക്കാൻ തോന്നും. ഉമർ തങ്ങൾ അങ്ങനെ കുറെ സംഭാവന കാണുന്നുണ്ട്. അങ്ങനെ ഉമർ തങ്ങൾ വാളെടുത്തു സംസാരത്തിന്റെ ഇടയിൽ. പക്ഷെ ആരും കൊന്ന റിപ്പോർട്ടൊന്നുമില്ല. വാളെടുത്ത് പണ്ടത്തെ ഒരു ഇതായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഞാൻ പറഞ്ഞ് മര്യാദയ്ക്ക് ഇരിക്കണം, അതിനെ ചവിട്ടി പുറത്താക്കും. ഞാൻ ചവിട്ടി പുറത്താക്കിയ ഒരു വാക്കാണ്. അങ്ങനായിരിക്കുന്നോ? ഉമർ തങ്ങള് അന്നത്തെ പതിവാണ് വാളിന്റെ അനുമതിണ്ടാവാൻ. വാളൻ ഞാൻ പെരടി വിട്ടിട്ട് നബിയെ എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ മറുപടി എന്നറിയും, യാ ഉമർ ഇജ്ലിസ് അന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമറേ, അവിടെ ഇരിക്കണം, ഞാൻ പറയുന്നത് റസൂലുള്ളാഹിയാണ്. റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എല്ലാം തണുത്തുന്ന, പിന്നെ ആർക്കൊന്നും ഒരു വിഷയം സംസാരിക്കാനുള്ള അധികാരം അവിടെയില്ല. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്ന ലിസാഹിബിൽ ഹഖ് മഖാല, ഇന്ന ലിസാഹിബിൽ ഹഖ് മഖാല. ഞാനും ആ സയ്യിദുമായിട്ടും ഒരു ഇടപാട്, ഹക്കുണ്ട്, ബാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് എന്തും സംസാരിക്കാനുള്ള അധികാരം ഇനി കൊടുക്കാൻ 15 ദിവസം ബാക്കിയുണ്ട്. ബാക്കി ഇനിയും 15 ദിവസമുണ്ട്. റസൂലുള്ളാഹിക്ക് അയാളോട് തിരിച്ചു പറയാമായിരുന്നു, തരാനുള്ള സമയമായില്ലല്ലോ.
15 ദിവസം എനിക്ക് ബാക്കിയില്ലേ, അതൊന്നും റസൂൽ പറഞ്ഞില്ല. ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറെ എവിടെ എനിക്ക് അയാൾക്ക് പറയാനുള്ള അധികാരമുണ്ട്, കാരണം ഞാനും അയാളുമായിട്ട് ഒരു ഇടപാടില്ല പറഞ്ഞപ്പോ ഈ സൈദിന് ഭയങ്കര സന്തോഷമായി, ഈ യഹൂദിക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ കുറച്ച് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രയോഗിക്കുക. മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറഞ്ഞ സംഭവം. രണ്ടാമത് എന്തറിയോ, രണ്ടാമത് വാക്കുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞപ്പോ അയാൾ രണ്ടാമത് ചെയ്തത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രത്തിന്റെ കോന്തുകൊണ്ട് കുടിച്ചു എന്നാണ്. കോളർ പിടിക്കുന്നതെന്ന് പറഞ്ഞത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറച്ച് കയറിയിട്ട് റസൂലുള്ളാഹിന്റെ വസ്ത്രം കൊണ്ട് പിടിച്ചു എന്നാണ്. പറഞ്ഞു, മുഹമ്മദ് എന്റെ ഈത്തപ്പഴം കൊണ്ടുവരോ, ആ പൈസ തന്നിട്ടുണ്ട്, എനിക്ക് ഈത്തപ്പഴം കിട്ടണമെന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോ സ്വഹാബത്ത് വലിയ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ചെറിയൊരു മാറ്റമില്ല, സ്വഹാബാക്കൾക്ക് വലിയ ബേജാറായി. അപ്പൊ ഹബീബായ തങ്ങൾ എന്തറിയോ, സദസ്സിലുള്ള സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും എനിക്ക് കുറച്ച് ഈത്തപ്പഴം കടന്തരോ ചോദിച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ആരെങ്കിലും ഈത്തപ്പഴം കടന്തരുന്ന ആളുകളുണ്ടോ ചോദിച്ചു. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു സദസ്സിലുണ്ടായിരുന്നു. തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ നബിയെ ഞാൻ തരാം നബിയെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഈത്തപ്പഴം അത് ഞാൻ തരാം നബിയെ. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ സദസ്സിൽ നിന്ന് പറഞ്ഞു. അപ്പോ ഹബീബായ തങ്ങൾ സയ്യിദിനോട് പറഞ്ഞു, സയ്യിദേ എനിക്കുള്ള ഈത്തപ്പഴം ഞാൻ തരുന്നു. ഈത്തപ്പഴം കിട്ടിയാൽ മതിയല്ലോ, ഈ ഈത്തപ്പഴം നിനക്ക് വേണ്ട ഈത്തപ്പഴം അറിയാതെ തങ്ങൾ തരും. അങ്ങനെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ ത്വൽഹ റളിയല്ലാഹു അൻഹു, അതുപോലെ ഈ വന്ന സയ്യിദ് എന്ന് പറയുന്ന ഈ യഹൂദി പുരോഹിതൻ, മൂന്നാളെയും ഹബീബായ തങ്ങൾ ഈത്തപ്പഴത്തിലൂടെ അയക്കുമ്പോ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഉമർ തങ്ങളെ വിളിച്ചു പറഞ്ഞു, ഉമറെ അയാൾക്ക് എത്രയാണ് ഈത്തപ്പഴം കൊടുക്കേണ്ടത്, ആ കൊടുത്തിട്ട് അതിന്റെ പിന്നെയും ഒരു ഇരട്ടി എക്സ്ട്രാ അയാൾക്ക് കൊടുക്കണം പറഞ്ഞു. 10 കിലോ ആണ് അയാൾക്ക് കൊടുക്കാനുള്ളതെങ്കിൽ ഉമറെ 20 കിലോ കൊടുക്കണം പറഞ്ഞു. തങ്ങൾ അല്ലെങ്കിൽ ആരാണെങ്കിരിക്കാണ്, ആണോ അവിടുത്തെ ഹബീബിനെ വേദനിപ്പിച്ചത്. എന്നിട്ട് അവിടുത്തെ കോലർ മുതൽ പിടിച്ചില്ലേ. റസൂലുള്ളാഹി തങ്ങളെ ആ സദസ്സിൽ വന്നിട്ട് ഇത്തരം സ്വഹാബത്തുള്ള ശിഷ്യന്മാരുള്ള സദസ്സിൽ വന്നിട്ട് കുറവാക്കിയില്ലേ. തങ്ങൾ ഭയങ്കര നരകത്തിലാണ്. റസൂലുള്ളാഹി തങ്ങളോട് ഉമർ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇത് എന്ത് രീതിയാണ് ചോദിച്ചു. നിങ്ങളെ ഇത്രയ്ക്ക് പ്രയാസപ്പെടുത്തി നിങ്ങളെ ബേജാറാക്കി അയാൾക്ക് പിന്നെ 10 കിലോ എക്സ്ട്രാ കൊടുക്കാനാണ്. അപ്പൊ ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടി എന്തറിയോ, ഇതൊക്കെ ഇന്ന് നമ്മുടെ അസംബ്ലിയിലൊക്കെ പറയുന്ന ചരിത്രമാണ്. ഹബീബായ തങ്ങൾ ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറെ ഞങ്ങൾ ഭൂരിപക്ഷ ആളുകളാണ്, ഞാനുണ്ട്, സ്വഹാബത്ത് പലരുണ്ട്, എല്ലാരുണ്ട്. ഇപ്പൊ കടന്നു വന്ന സയ്യിദോ ന്യൂനപക്ഷാണ്, ഒറ്റക്കാണ് നമ്മുടെ സദസ്സിൽ വന്നത്. നമ്മൾ കുറെ ആളുകളുണ്ട് അല്ലെ. ആ ഒറ്റക്ക അയാൾ കടന്നു വന്നപ്പോ നിന്റെ അരയിലുള്ള വാള് നീ ഊരിയെടുത്തില്ല ഉമറെ. അയാളെ മനസ്സിൽ നീ പേടിപ്പിച്ചില്ലേ, അയാളെ നീ കണ്ണുരുട്ടി നോക്കിയില്ല ഉമറെ. ശരിയാണോ? തെറ്റല്ലേ നീ ചെയ്തത്? ഒരു ന്യൂനപക്ഷമായ ഒറ്റയ്ക്ക് വരുന്ന ആളിനോട് കാണിക്കേണ്ട മര്യാദയല്ലല്ലോ നീ കാണിച്ചത്. അതുകൊണ്ട് അയാൾ പേടിച്ചിട്ടുണ്ടാവും. ആ പേടിച്ചതിന്റെ പകരം എക്സ്ട്രാ 10 കിലോ അയാൾ തന്നതിന് അതേ അത്ര എക്സ്ട്രാ കൊടുക്കണം. ബാക്കിയില്ല. കാരണം പറഞ്ഞിട്ടുണ്ട്, ഞാൻ റസൂലുള്ളയാണ്, എനിക്ക് തിരിച്ചിട്ട് പറയാനൊന്നുമില്ല. അങ്ങനെ 3 ആളുകൾ കൂടി ഈത്തപ്പഴത്തിന് വേണ്ടി പോയി. അങ്ങനെ ഈത്തപ്പഴം ഇങ്ങനെ വെക്കാൻ വളരെ മനസ്സ് ഭയങ്കര ചൊരിയുന്നുണ്ട്. ഒരു സംസാരമൊന്നുമില്ല. അങ്ങനെ എല്ലാം കൊടുത്ത് തൂക്കി അല്ല വെച്ച സമയത്താണ് ഈ വന്ന ആൾ ചോദിച്ചത്, യാ ഉമർ തൈരിഫുനി, ഉമറെ എനിക്ക് എന്നെ അറിയാൻ ചോദിച്ചു. ആരാ? ഈ റസൂലുള്ളാഹി ഞങ്ങളെ കൊളർ പിടിക്കുകയും റസൂലുള്ളാഹി ഞങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്ത ആ മനുഷ്യനെ ചോദിക്കുന്നത്. അതായിരിഫുനി, എന്നെ എനിക്ക് അറിയാൻ ചോദിച്ചു. അയാളെന്താ അറിയേണ്ട ആവശ്യമില്ലല്ലോ. അറിയേണ്ട ആവശ്യമുണ്ടോ? അയാളെ ആ രൂപത്തിലുള്ള പ്രവർത്തനം ചെയ്താണ്. ഉമർ തങ്ങളൊന്നും മതിയില്ല. അവൻ ചോദിച്ചു, അത് താരിഫിന് യാ ഉമർ, ഉമറെ എനിക്ക് എന്നെ നിങ്ങൾക്ക് അറിയോ ചോദിച്ചു.
വ്രതങ്ങളൊന്നും ഉണ്ടാകില്ല. അയാൾ തന്നെ പറഞ്ഞു, അന സയ്യിദ് ഇബ്നു സഅദ്. പേര് ഉമർ തങ്ങൾ കേട്ടിട്ടുണ്ട്, ആളറിയില്ല. അങ്ങനെയുണ്ടല്ലോ നമുക്കുണ്ടാകാൻ പേര് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ആളറിയില്ല. അപ്പൊ ഉമർ തങ്ങൾക്ക് പേര് കേട്ടിട്ടുണ്ട്, ആളറിയില്ല. ആ പേര് കേട്ടപ്പോ ഉമർ തങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി. നീ സയ്യിദ് ഇബ്നു സഅദാണെന്ന് ചോദിച്ചു. അതായത് മദീനയിലുള്ള യഹൂദികളുടെ ഫാദരിയാണ്, ആ യഹൂദികൾക്കുള്ള ഗുരുവാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, നീ ഒരു മതപണ്ഡിതനല്ലേ? നീ ഒരു പണ്ഡിതനല്ലേ? അയാൾ പറഞ്ഞു, ഞാൻ അതെ, ഞാൻ യഹൂദികൾക്കുള്ള ഒരു മതപണ്ഡിതനാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, ഒരു മതപണ്ഡിതനോട് കാണിക്കേണ്ട ഒരു മര്യാദയില്ലേ? ആ മര്യാദ നീ കാണിച്ചോ ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു മതപണ്ഡിതനാണ്, ഒരു ദീന് പഠിപ്പിക്കുന്ന വലിയ മഹാനാണ്. നീയും കുറെ ആളുകൾക്ക് ദീന് പഠിപ്പിക്കുന്ന ആളാണ്. ഒരു മതപണ്ഡിതനോട് കാണിക്കേണ്ട ഒരു മര്യാദ മദീനയുടെ പള്ളിയിൽ ഹബീബായ തങ്ങളുടെ മുന്നിൽ വെച്ച് നീ കാണിച്ചോ ചോദിച്ചു. ഈ എന്ത് മതപണ്ഡിതനാണ്? അപ്പൊ അയാൾ പറഞ്ഞ വാക്കെന്ന് പറയോ, ഉമറേ, ഞാനൊരു മതപണ്ഡിതനാണ്. ഞാൻ തൗറാത്തും ഇഞ്ചിയിലും കാണാതെ പഠിച്ച മനുഷ്യനാണ്. അതിന്റെ എല്ലാ വിവരങ്ങളും എനിക്കറിയാം. ഞാൻ നിന്റെ നേതാവിനെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. ആ തൗറാത്തിലും ഇഞ്ചിയിലും ആഖിറു സമാനിൽ വരുന്ന മുഹമ്മദ് എന്ന പ്രവാചകനെ കുറിച്ച് ധാരാളമായി അതിൽ പറഞ്ഞത് കാണാം. മക്കയിലാണ് അദ്ദേഹം ജനിച്ചു വരുന്നത്. ഇനി മദീനയിലേക്ക് പിന്നെ അയാള് ഹിജ്റ പോകാനുണ്ട്, അതും തൗറാത്തിലുണ്ട്. അതുപോലെ ആമിന എന്ന ഉമ്മാന്റെ മകനാണ്, അബ്ദുള്ള പിതാവാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെയും ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായതാണ്. പക്ഷേ മനസ്സിലാവാത്തൊരു വിഷയമുണ്ട്. തൗറാത്തിൽ പറഞ്ഞത് എന്താ? അവസാന പ്രവാചകന്റെ ഏറ്റവും വലിയ സ്വഭാവം, എത്ര വലിയ ശത്രുവായ മനുഷ്യന് പോയി ആ ഹബീബിനെ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞാലും പ്രവർത്തനം ചെയ്താലും അയാളെ ഇളകൂല. ആ മുഹമ്മദിന്റെ ഒരു മാറ്റം ഉണ്ടാവൂല, അദ്ദേഹത്തിന്റെ മനസ്സ് പൊട്ടിത്തെറിക്കൂല എന്ന് തൗറാത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാക്കുന്നതല്ല, അത് പ്രാക്ടിക്കലായി ചെയ്താലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഞാൻ പ്രാക്ടിക്കലായി ചെയ്തു നോക്കിയതാണ്. നോക്കുമ്പോ തൗറാത്തിൽ പറഞ്ഞത് 100% സത്യമാണ്. ഇഞ്ചിയിൽ പറഞ്ഞത് 100% സത്യമാണ്. ഇത്രയൊക്കെയും ഞാൻ ചെയ്തിട്ട് പോലും എന്നോട് ഒരു ചെറിയ ഒരു ദേശത്തിന്റെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം അതെല്ലാം പോയി അവസാനം ഇതൊക്കെ ചെയ്ത് എനിക്ക് 10 ഇരട്ടിയായിട്ട് ഈത്തപ്പഴം തരാന് പഠിപ്പിച്ച നിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. അദ്ദേഹം ഒരു സത്യമതത്തിന്റെ നേതാവല്ലാതെ പിന്നെ ആരാണ്? മഹാനായ തങ്ങളെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും സാക്ഷി നിർത്തിയിട്ട് മഹാനായ സയ്യിദ് ഇബ്നു സഅദ് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരു യഹൂദി ഫാദരിയായിരുന്ന അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മഹാനായ ഇബ്നു കസീർ തങ്ങൾ വളരെ വ്യക്തമായി ഈ ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. ഇതാണ് ഹബീബ്. ഇതൊരു മനസ്സാണ്. ഞമ്മളെന്താവും അല്ലെ? ഞമ്മളെ കോണർ പിടിച്ചാൽ അല്ലെ, ഞമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ മുഖത്തിന് ഞമ്മ നോക്കോ? പിന്നെ മരണം വരെ പിന്നെ അയാളോട് സംസാരമില്ല. അയാൾ സ്ഥലം പറഞ്ഞാൽ മടക്കൂല. നല്ല പുഞ്ചിരിയുള്ളവർ നോക്കാണ്, മുഖത്തിലേക്ക് നോക്കൂല. ഇതാണ് ഞമ്മളുടെ സ്വഭാവം. ഹബീബിന്റെ സ്വഭാവം അതല്ല. അവിടുത്തെ ആ ഹൃദയത്തിന് അല്ലാഹു വലിയ വിശാലത കൊടുത്തുന്ന അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ മൊത്തം ജീവിതം. ആ സ്വഭാവം നമുക്ക് പകർത്തിയെടുക്കാൻ ചെറിയ രൂപത്തിലെങ്കിലും കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി കൂട്ടുകാരോട്, കുടുംബങ്ങളോട്, വീട്ടുകാരോട്, അയൽവക്കക്കാരോട് അല്ലാഹുവേ പല രൂപത്തിലും ഞങ്ങൾ കണങ്ങിയവരാണ്. ഞങ്ങൾ പൊരുത്തപ്പെടാത്ത ഒരു വാക്ക് പറഞ്ഞതിന്റെ പേര് കാലങ്ങളായി എത്രയോ ആളുകളോട് ഞങ്ങൾ പിണങ്ങിയവരാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ നാം പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എത്ര ഉദാത്തമാണ്, എത്ര മഹനീയമായ സ്വഭാവമാണ്. ആ സ്വഭാവത്തിന്റെ ചെറിയൊരു അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നമ്മുടെ നാവ് കൊണ്ടോ, നമ്മുടെ കണ്ണുകൊണ്ടോ, നമ്മുടെ മനസ്സുകൊണ്ടോ, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ മറ്റൊരാളുടെ മനസ്സും വേദന
യോജിക്കുന്ന രൂപത്തിലുള്ള ഒരു ചുറ്റുപാട് നമ്മിൽ നിന്ന് വരുത്തല്ലേ അല്ലോ, ഞങ്ങളിൽ നിന്ന് ഉണ്ടാക്കല്ലേ റഹ്മാനെ. എത്രയോ ആളുകൾ പടച്ചോനെ, എത്രയോ അയൽവക്കക്കാർ, എത്രയോ കുടുംബക്കാരെ കുറിച്ച്, അയൽവാസികളെ കുറിച്ച് ഒരുപാട് വേദനിപ്പിക്കുന്ന വാക്കുകൾ ഞങ്ങൾ പറഞ്ഞത് കേട്ടവരാണ്. അല്ലാഹുവേ, എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാൻ, നല്ലത് ചിന്തിക്കാൻ പടച്ചോനെ മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി കടന്നു ചെല്ലാൻ അല്ലാഹ് ഈ ദുനിയാവിന്റെ ജീവിതം നീ ഒരു കാരണമാക്കണേ അല്ലാഹ്, ഈ കാരണമാക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ പല മുറാദുകൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരാണ്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് രോഗികൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരാണ്. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ചെറിയ പ്രായക്കാരുണ്ട്, വലിയ പ്രായക്കാരുണ്ട്. ഏതായാലും എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ പരിപൂർണ ശിഫാ നൽകുന്നോ, ആഫിയത്ത് നൽകുന്നോ, ആരോഗ്യം നൽകുന്നോ. ബുദ്ധിമുട്ടുകൾ മുഴുവനും നീ മായിച്ചു കൊടുക്കണേ അല്ലാഹുവേ. നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ഉമ്മ റബീഉൽ 23-ാമത്തെ ദിവസമാണ് മരിച്ചുപോയത്. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു അല്ലാഹ്, ആ ഉമ്മാന്റെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്, ആ ഉമ്മാക്ക് നീ പൊരുത്തു കൊടുക്കണേ റബ്ബേ. അതുപോലെ മരിച്ചുപോയ നമ്മുടെ എല്ലാ ഉമ്മമാരുടെ, ഉപ്പമാരുടെ, കുടുംബക്കാരുടെ, ഉസ്താദന്മാരുടെ, അയൽവാസികളുടെ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരിൽ നിന്ന് എത്രയോ ആളുകൾ മരിച്ചുപോയി അല്ലാഹ്. അവർക്കെല്ലാം അവരുടെ ഖബറിടം നീ സ്വർഗമാക്കണേ റബ്ബാനെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ ലോകത്തിലുള്ള ആശിഖീങ്ങൾ ചൊല്ലുന്ന ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഖബറാളികൾക്കും ഖബറിൽ വെച്ച് നീ വലിയ സന്തോഷവും സമാധാനവും സുഖവും നീ നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മആനികൽ അനാമു قد تبادت هائرينا أنت لرسلي ختام أنت للمولى شكور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل.